ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഹരീഷിനാണെങ്കിൽ ഇപ്പോൾ ഒന്നിലൊരു ഉത്സാഹമില്ല, കാരണം നീതുമായിട്ട് പിരിഞ്ഞല്ലോ. അപ്പോൾ അവന് ഭയങ്കര വിഷമമുണ്ട്. ഉള്ളിൽ എവിടെ അവളോട് ഭയങ്കര സ്നേഹമുണ്ട്, അത് പുറത്ത് അവനറിയാൻ പറ്റിയില്ല. വർക്കൊന്നും ചെയ്യാൻ അവന് തോന്നുന്നില്ല കേട്ടോ. പഴയ ഉത്സാഹമൊന്നുമില്ല. അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ വരുന്ന സമയമൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ അവൾ ദിവസത്തിൽ 2 നേരം അവിടെ വന്നിരിക്കാറുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോൾ അവളെ കാണാനേ ഇല്ല. ഹരീഷാണെങ്കിൽ അവളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർക്ക്സ് വന്ന് കിടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അവൻ ചെയ്യുന്നില്ല. അവൻ്റെ ഈ നൃത്തം കണ്ടപ്പോൾ ഡിറ്റോ ചോദിക്കുന്നുണ്ട്, എടാ ഹരീഷേട്ടനിപ്പോൾ 2 ദിവസമായിട്ട് നല്ല പരവേശമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ചന്തു പറയുന്നുണ്ട്, ആ ഫ്യൂസ് കെട്ടാൻ ചാൻസ് ഉണ്ടോ? അത് കേട്ടപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ലടാ, ഫ്യൂസ് ഊരിപ്പോയ സ്ഥിതിക്ക് അത് കെട്ടാൻ ചാൻസ് കുറവാണ്. എന്തായാലും ഹരീഷേട്ടൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? അപ്പോൾ ചന്തു പറയുന്നുണ്ട്, അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ പോക്ക് ഇത്രയും ചെയ്യാൻ പാടുണ്ടോ? അത് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ ആ കുട്ടി എങ്ങനെ വന്ന് മിണ്ടും? അപ്പോഴേക്കും നീതു വരുന്നുണ്ട്. ഡിറ്റോ ആണ് ഫസ്റ്റ് അവളെ കണ്ടത്. ചന്തു, നീതു വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഹരീഷ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നീതു ആണെങ്കിൽ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് നടന്നു വരുന്നത്. ഇവരെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. വർക്ക്ഷോപ്പിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവൾ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് സത്യം പറഞ്ഞാൽ അവൾ ഇങ്ങോട്ട് വരുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ അവളോട് വീണ്ടും സോറിയൊക്കെ പറയാമെന്ന് അവൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അവൾ കണ്ട ഭാവം പോലും നടിക്കാതെ കോൾ ചെയ്യാണ് ഫ്രണ്ടിനെ. ആ എടി, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, നീ എവിടെ? ഞാനിപ്പോൾ സ്റ്റോപ്പിലെത്തും. ഞാനേ പഴയ ഒരു കട ഉണ്ടല്ലോ, വർക്ക്ഷോപ്പ്, അവിടെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കൂളായിട്ട് ഇവരെ മൈൻഡ് ചെയ്യാതെ കോൾ ചെയ്ത് പോവാണ്. അത് കണ്ട പരീക്ഷന് ദേഷ്യവും സങ്കടം എല്ലാം വരുന്നുണ്ട്. പക്ഷേ അവളെന്താ മൈൻഡ് ചെയ്യാതെ പോയത്? ഇങ്ങോട്ടൊന്നും നോക്കിയത് പോലും ഇല്ലല്ലോ. അവൾ കൂളായിട്ട് അവരെ മൈൻഡ് ചെയ്യാതെ ഫോൺ വിളിച്ച് നടന്നു പോയിട്ടോ. ഇത്രയും കാലത്തിനിടയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. കാരണം എപ്പോഴും അവൾ അതിലെ പോവുകയാണെങ്കിൽ ഹരീഷിനെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ട് വരാറാണ് പതിവ്. ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹരീഷിന് ഇത് പെട്ടെന്ന് സഹിക്കാനേ പറ്റുന്നില്ല. അവളാണെങ്കിൽ കുറച്ച് മാറി നിന്ന് സംസാരിക്കാണ് കേട്ടോ ഫോണിൽ. അത് കണ്ടപ്പോൾ ഹരീഷ് ഈ സ്പാനർ എടുത്തിട്ട് കൊട്ടുന്നുണ്ട് കേട്ടോ ബൈക്കിൽ. പക്ഷെ അവൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവൻ ചന്തുവിനോട് പറയുന്നുണ്ട്, ചന്തു നോക്കിക്കേ, നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ ഫോൺ വിളിച്ച് പോയത്, അല്ലെങ്കിൽ അവൾക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ, ഞാൻ എത്ര സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ഹരീഷേട്ടാ അവൾ അഭിമാനമുള്ള കുട്ടിയാണ്, അതുകൊണ്ടായിരിക്കും. അപ്പം ഇവൻ ചന്തുവിനോട് പറയാം, എടാ ഒന്ന് പോയി വിളിക്കടാ അവളെ. അത് കേട്ടപ്പോൾ ചന്തു പറയുന്നുണ്ട്, ആ എനിക്കൊന്നും വയ്യ, ഹരീഷേട്ടൻ തന്നെ പോയി വിളിച്ചാൽ മതി. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ആത്മാഭിമാനമുള്ള പെൺകുട്ടികൾ അങ്ങനെയാണ് ഹരീഷേട്ടാ. എടാ ഡിറ്റോ, നിന്നെ ഞാൻ. അത് കേട്ടപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്? ഇപ്പോൾ ഹരീഷേട്ടന് ദുരഭിമാനമല്ലേ? പോക്കിത്ര കാണിച്ചത് ഹരീഷേട്ടനാണ്. എന്നിട്ടിപ്പോൾ അവളോട് ഇങ്ങോട്ട് വന്ന് മിണ്ടാൻ പറയാനോ? ഒന്ന് പോ ഹരീഷേട്ടാ, ഒന്ന് നടക്കാൻ പോകുന്നില്ല. അത് കേട്ടപ്പോൾ ഹരീഷ് കൈ കിട്ടി എന്തോന്ന് അറിയാൻ കേട്ടോ അവനെ. എന്നിട്ട് പിന്നെ ചന്തുവിനോട് പറയുന്നുണ്ട്, ചന്തു ഒന്ന് പോയി വിളിക്കട്ടെ. അപ്പോൾ ചന്തു പറയുന്നത്, ആ എനിക്കും വയ്യ, ഏട്ടൻ തന്നെ പോയി വിളിച്ചാൽ മതിയേ. അപ്പോൾ ഡിറ്റോ പറയാണ്, ദുരഭിമാനം പ്രേമത്തിന് നല്ലതല്ല. അത് കേട്ടപ്പോൾ ഹരീഷ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക കേട്ടോ. എന്നിട്ട് അവിടെ നോക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പല്ല് ഞെരിച്ചിട്ട്, ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡിറ്റോനോട് പറയുന്നുണ്ട്, എടാ ഞാനിപ്പോൾ അവളുടെ അടുത്ത് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഹരീഷേട്ടാ പോവല്ലേ, കോളാക്കൽ ഹരീഷേട്ടാ. പരീക്ഷ ഒന്നും കേൾക്കാതെ അവളുടെ പിറകെ പോവാണ് കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പോഴേക്കും ചന്തും ഡിറ്റോ, അയ്യോ ഇയാളിത് കോളാക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരീഷ് സ്പീഡിൽ അവളുടെ പിറകെ വരുന്നുണ്ട്. അവൾ ജസ്റ്റ് നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി പിറകിൽ ഹരീഷ് ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ അവൾ മൈൻഡ് ചെയ്യാണ്ട് പോവാണ്. അങ്ങനെ അവൻ കുറേ അവളെ വിളിച്ചു, ഏയ് നിൽക്ക് 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 അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എന്താ കേൾക്കാത്തത്? ഞാൻ വിളിച്ചിട്ട് നീ എന്താ മൈൻഡ് ചെയ്യാത്തത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല എന്നെ വിളിക്കുകയാണെങ്കിൽ എൻ്റെ പേര് വിളിക്കണം, അല്ലാതെ അപ്പോൾ ഞാൻ എന്ത് വെച്ചിട്ട് അത് തിരിഞ്ഞു നോക്കുക. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓ എൻ്റെ സൗണ്ട് നിനക്ക് അറിയില്ല, ഞാൻ നിന്നെ വിളിക്കും നിനക്ക് അറിയില്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങളാരാ എന്നെ വിളിക്കാൻ, നിങ്ങളാരാ? അത് കേട്ടപ്പോൾ അവൻ പറയാണ്, ഓവറാക്കല്ലേ, ഞാൻ അന്നൊരു തെറ്റ് പറഞ്ഞു പോയി, സോറി, എന്നോട് ക്ഷമിക്കണം, ഇനി നീ ഇങ്ങനെ ചളാക്കല്ലേ, മതി. ഏട്ടൻ്റെ കല്യാണം പെട്ടെന്ന് ഒരു നിമിഷത്തിലാണ് മാറിപ്പോയത്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല, അതായിരുന്നു പ്രശ്നം. അപ്പോൾ അതെല്ലാം കൂടെ ചിന്തിച്ചിട്ട് ഞാൻ ചോദിച്ചു പോയതാണ്, എന്നോട് ക്ഷമിക്കും നീ, സോറി. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഹരീഷേ, നീ ഇത്രയും കാലത്തിനിടയ്ക്ക് എന്നോട് ഇതുവരെ ഇഷ്ടമാണെന്നൊരു സൂചന പോലും തന്നിട്ടില്ല, എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ നീ എനിക്കായിട്ടൊരു സ്പേസ് തരുന്നത് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും എനിക്ക് വീട്ടിൽ നിന്ന് ചീത്ത കേട്ടിട്ടൊക്കെ ഞാൻ അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നീ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിൻ്റെ ഉള്ളിൽ ഞാൻ എവിടെയില്ല, ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന്. അത് കേട്ടപ്പോൾ അവൾ അതീവ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനി നീ എന്നെ സമാധാനിപ്പിക്കാൻ വരണ്ട ഹരീഷ്, നിനക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കില്ലായിരുന്നു. എല്ലാം മതിയായി, ഇനി ഞാൻ നിൻ്റെ പിറകെ വരില്ല, ഇനി ഒന്നിനുമില്ല. നിൻ്റെ കടയുടെ മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ ആരാ എന്താ അത്ര ചോദിച്ചാൽ മതി, വേറൊരു ബന്ധം നമുക്കിടയിൽ വേണ്ട, എനിക്കെല്ലാം മതിയായി. അതും പറഞ്ഞ് അവൾ പോയിട്ടോ. അത് ഹരീഷിന് ഉൾക്കൊള്ളാനേ പറ്റിയില്ല. അവൻ വീണ്ടും അവളെ വിളിച്ചിട്ടും അവൾ മൈൻഡ് ചെയ്യാതെ പോയി. അവൻ എന്നിട്ട് നേരെ പിന്നെ വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. അവൻ വന്നപ്പോൾ ചന്തും ഡിറ്റോയും ചോദിക്കുന്നുണ്ട്, എന്താ ഹരീഷേട്ടാ? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എടാ അവളോട് ഞാൻ സോറി പറഞ്ഞിട്ട് അവൾ മൈൻഡ് ചെയ്തില്ല, എന്ത് സ്വഭാവമാണത്? അത് കേട്ടപ്പോൾ ചന്തു പറയുന്നുണ്ട്, ഇത്രയും കാലം ആ കുട്ടിയും അതിനല്ലേ പറഞ്ഞത്, പക്ഷെ ഹരീഷേട്ടൻ മൈൻഡ് ചെയ്തു ഇല്ലല്ലോ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോടാ. അത് തന്നെയാണ് പ്രശ്നം, ഒന്നും പറഞ്ഞില്ല, അതൊരു അവഗണിക്കലല്ലേ. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ അവളോടൊരു തെറ്റ് പറഞ്ഞു, അതിന് ഞാൻ അവളോട് സോറി ചോദിച്ചു, അത് അവൾക്ക് അംഗീകരിക്കാൻ വയ്യ. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാണ്ട് അവിടെ ഇരുന്നിട്ട് പറയുകയാണ് കേട്ടോ. പക്ഷേ ഉള്ളിലെപ്പോഴും സങ്കടം തന്നെയാണ്. എന്നിട്ട് ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. നീതു അവൻ്റെ സോറി അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ അറിയാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.